നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ന് അഷ്ടമി രോഹിണി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഇന്ന് പ്രത്യേക പ്രസാദവൂട്ടും നടക്കും. 40,000 ആളുകൾക്കുള്ള സദ്യയാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രത്തിലെ 4 മണ്ഡപങ്ങളിലായി 200-ലേറെ കല്യാണങ്ങളും ഇന്ന് ഗുരുവായൂരിൽ നടക്കും. രാവിലെ 4 മണി മുതൽ വിവാഹങ്ങൾ നടക്കുകയാണ്. അഷ്ടമി രോഹിണിയുടെ ഭാഗമായി വൈകുന്നേരം മന്ത്രി VN വാസവൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന സാംസ്കാരിക സദസ്സും നടക്കും. ക്ഷേത്രകലാ പുരസ്കാരമടക്കം വിതരണം ചെയ്യുക ഈ പരിപാടിയിലായിരിക്കും. ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യ, കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യത. വയനാട് മുള്ളൻകൊല്ലിയിൽ കോൺഗ്രസിൽ നേതൃമാറ്റത്തിന് സാധ്യത. മുള്ളൻകൊല്ലിയിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KPCC പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്ന് DCC ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇക്കാര്യത്തിൽ നടപടിയുണ്ടാകും. ഗ്രാമപഞ്ചായത്ത് അംഗം ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കൂടുതൽ പേരിൽ നിന്നും ഇന്ന് പോലീസ് മൊഴിയെടുക്കും. ഇതിൽ കുടുംബാംഗങ്ങളും സഹപ്രവർത്തകരും ഉൾപ്പെടും. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. പുലർച്ചെ 2 മണി കാറിലെത്തിയ യുവാവും യുവതികളും പിടിയിൽ. ലക്കിടിയിൽ യുവാവും യുവതിയും MDMAയുമായി പിടിയിൽ. വാഹനങ്ങൾ പരിശോധിക്കുന്നതിനിടെ യുവാവും യുവതിയും മാത്രമുള്ള കാറും കൽപ്പറ്റ ഭാഗത്തേക്കായി എത്തി. നിർത്താൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനിടെ തന്നെ വാഹനത്തിലുണ്ടായിരുന്നവർ പരുങ്ങലിലായി. ഇതോടെ വനിതാ ഉദ്യോഗസ്ഥരടക്കം കാറിനുള്ളിൽ വിശദമായി പരിശോധന തുടങ്ങി. 4.41 ഗ്രാം MDMAയാണ് ഇവരിൽ നിന്നുമായി പിടിച്ചെടുത്തത്. കോഴിക്കോട് അരീക്കോട് ഷഹൽ വീട്ടിൽ ഷാരു ഷഹിൽ, തൃശൂർ ചാലക്കുടി കുരുവളശ്ശേരി കാട്ടിപ്പറമ്പിൽ വീട്ടിൽ ഷബീന ഷംസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ കാറും കസ്റ്റഡിയിലെടുത്തു. യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റാപ്ലർ പിന്നുകൾ അടിച്ചു. കെട്ടിത്തൂക്കി അതിക്രൂര പീഡനം. സൈക്കോ യുവദമ്പതികൾ ഹണി ട്രാപ്പ് കേസിൽ അറസ്റ്റിൽ. പത്തനംതിട്ട ചരൽക്കുന്നിലാണ് 2 യുവാക്കൾ അതിക്രൂര പീഡനത്തിന് ഇരയായത്. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശിയായ ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് അറസ്റ്റിലായത്. ആലപ്പുഴ, റാന്നി എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളാണ് ഹണി ട്രാപ്പിന് ഇരയായത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ സമാനതകളില്ലാത്ത പീഡനമാണ് 2 യുവാക്കളും നേരിട്ടതെന്നാണ് പോലീസ് പറയുന്നത്. യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചെന്നും കെട്ടിത്തൂക്കിയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചെന്നും FIRലുണ്ട്. റാന്നി സ്വദേശിയുടെ ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റാപ്ലർ പിന്നുകളാണ് അടിച്ചത്. പ്രതികളായ യുവദമ്പതികൾ സൈക്കോ മനോനിലയിലുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു. യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കിയ ശേഷം ഇവരുടെ പണവും ഐഫോണും തട്ടിയെടുത്തെന്നും FIRലുണ്ട്. ആശങ്കയായി അമീബിക് മസ്തിഷ്ക ജ്വരം. 17-കാരിൽ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയത് ഓഗസ്റ്റ് 16-ന്. വെള്ളം മൂക്കിൽ കയറിയത് രോഗകാരണമെന്ന് റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് 17-കാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച സംഭവത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് പകർപ്പ് പുറത്ത്. സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മൂക്കിൽ കയറിയതാണ് രോഗകാരണമെന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. സംഘത്തിലുണ്ടായിരുന്നത് 4 പേരാണ്. എന്നാൽ മറ്റു 3 കുട്ടികൾക്കും ഇതുവരെ രോഗലക്ഷണങ്ങളില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നു. കുട്ടികളെല്ലാം നിരീക്ഷണത്തിൽ തുടരുകയാണ്. എല്ലാവരും സ്കൂൾ ട്യൂഷൻ സെന്ററിലെ സഹപാഠികളാണ്. ഓഗസ്റ്റ് 16-നാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ പൂളിൽ കുട്ടികൾ ഇറങ്ങിയത്. പിറ്റേന്ന് തന്നെ കുട്ടിക്ക് കടുത്ത തലവേദന ഉണ്ടായി. ശാരീരിക അസ്വസ്ഥതകൾ കൂടിയപ്പോൾ നിംസിൽ ചികിത്സ തേടി. തുടർന്നുള്ള പരിശോധനയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്.